ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഭക്ത എന്നൊരു കഥാപാത്രവും കൊണ്ടുപോയിട്ടുണ്ടോ? ഭക്തി എന്നാണ് പേര്. അതുകൊണ്ട് ഞാൻ പ്രണയിച്ച ആളാണ്. ഞാൻ പറഞ്ഞാൽ പ്രണയിച്ചതല്ലേ. ഇത് രാജശേഖരൻ പറയുന്ന കാര്യമാണോ? അന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഒരു രഹസ്യ ജീവിതം എനിക്കില്ല. ഭക്തിയായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധം കാരണം ജയശ്രീ വിഷമിച്ചത്. ഞാൻ രാജിവെച്ചിട്ടാണ് അവരുടെ കൂടെ പോകുന്നത്, അതിന് മുമ്പല്ല. അല്ല അവിടെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. നമ്മൾ ആരും വിമർശിക്കാനല്ല, അദ്ദേഹം നമ്മളെക്കാട്ടി മുതിർന്ന ആളാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ അറിയാം, ഇത് അർബൻ നക്സൽ എന്നൊക്കെ വിളിക്കുന്നത്, അതായത് ഈ തീവ്ര വലതുപക്ഷത്ത് അർബൻ നാസികൾ ഉള്ളതുപോലെ അർബൻ നക്സൽ പക്ഷത്ത് നിൽക്കുന്ന അങ്ങനെ ഒരു സ്റ്റാൻഡ് പോയിന്റ് ആണ്. നന്മയും തിന്മയും ഇല്ല, ഇല്ലേ? നല്ല സെക്ഷുവാലിറ്റിയും ചീത്ത സെക്ഷുവാലിറ്റി ഇല്ലേ? പിന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ നിർഭയ കാര്യം ആ കുട്ടിയുടെ അച്ഛനമ്മയൊക്കെ ഞാൻ കണ്ടതാണ്. നിർഭയെ 4 പേര് ലൈംഗികതയിൽ പീഡിപ്പിച്ച് അവളെ കൊല്ലുകയുണ്ടായി. ചീത്ത സെക്ഷുവാലിറ്റി അല്ലേ? റേപ്പ് ചീത്ത സെക്ഷുവാലിറ്റി അല്ലേ? പെർവേർഷൻ ചീത്ത സെക്ഷുവാലിറ്റി അല്ലേ? വോയറിസം ചീത്ത സെക്ഷുവാലിറ്റി ഇല്ലേ? എന്നാൽ നല്ല സെക്ഷുവാലിറ്റി ഇല്ലേ? ഗ്രേ ഏരിയാസ് നിൽക്കുന്ന കാര്യമുണ്ട്. അപ്പം നന്മയും തിന്മയും ഇല്ല എന്ന് പറയുന്നത് നിഹിലിസമാണ്, ശൂന്യവാദം. ഈ ശൂന്യവാദമാണ് ഏറ്റവും വലിയ ബിലീവ് ഇൻ നത്തിങ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഇല്ല. യഥാർത്ഥത്തിൽ പോപ്പ് പറയുന്നുണ്ട് 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ അപകടം ഈ എക്സ്ട്രീം റിലേറ്റിവിസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നന്മയും തിന്മയും, ഫ്യൂഡൽ വാല്യൂ. അദ്ദേഹം 20 വയസ്സ് വരെ നന്നായി കനി കുസൃതിയെ വളർത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫ്യൂഡൽ വാല്യൂ കാരണമാണോ? മോളോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അല്ല രാഹുൽ, നമ്മൾ മനസ്സിലാക്കുന്ന പ്രശ്നം കൂടി അതിനകത്തുണ്ട്. ഇപ്പം ശ്രീ മൈത്രേയൻ പറയുകയാണ് മാലയ്ക്കൊരു ലോക്കറ്റ് ഇടുന്നത് മാറിടം പ്രദർശിപ്പിക്കാനാണ്, അല്ലെങ്കിൽ മാറിടത്തിലേക്ക് ശ്രദ്ധ വരാനാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെ ആകർഷിക്കാനാണെന്ന് പറയും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു പക്ഷേ കടുത്ത സ്ത്രീവിരുദ്ധം തോന്നിയാലും മൈത്രേയൻ അതിന് പറയാൻ കാരണങ്ങളുണ്ട്. ഒന്നും ഒരു ഫാക്ടർ കൊണ്ടല്ല. പലപ്പോഴും നമ്മൾ സോഷ്യൽ ഡിസ്കോഴ്സിൽ പറ്റുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന് പല ഫാക്ടേഴ്സും കാണും, അതിനെ ഒരു ഫാക്ടർ എടുത്ത് ഓവർപ്ലേ ചെയ്യും. അങ്ങനെ ഓവർപ്ലേ ചെയ്യുന്നതിൽ അർത്ഥമില്ല. പല കാര്യങ്ങളും മൾട്ടി ഫാക്ടോറിയലാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. ഹാഷ്മി നല്ല വസ്ത്രം ധരിക്കുന്നതും ഇവിടെ ധരിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിയെ ആകർഷിക്കാനാണോ? അല്ല, ഒരു പെൺകുട്ടി വന്നാൽ ഹാഷ്മിക്ക് സന്തോഷമേ കാണും, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമേ കാണൂ. പക്ഷേ നമുക്ക് പരിപാടിക്ക് ഇവിടെ വേണം, വെളിയിൽ പോകുമ്പോൾ ഒരു മാന്യത വേണം, നമ്മളെ പഠിപ്പിച്ച് കാണും. ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പം പലപ്പോഴും ഈ അൾട്രാ ലെഫ്റ്റിലും അൾട്രാ റൈറ്റിലും നിൽക്കുന്നത് ചെയ്യുന്നത് ചെറി പിക്ക് ചെയ്യും, സെലക്റ്റീവ് ആകും. എന്നിട്ട് അവർ കാണുന്ന ഫ്രെയിമിൽ ലോകം എല്ലാം കണ്ടോളണം എന്ന് പറയും. ഒറ്റ ചോദ്യം കൂടി, ഈ പറയുന്ന രീതിയിൽ ഇപ്പം ഞാൻ നന്നായി വസ്ത്രം ധരിച്ചാൽ എന്നെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സന്തോഷമാണ് എന്ന് പറയുന്ന പോലെ അല്ലേ ഉള്ളൂ? അല്ലെ താങ്കൾ ഈ പറയുന്നത് പോലെ സ്ത്രീകൾ ബയോളജിക്കലായി തന്നെ വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാരെ ആകർഷിക്കാനാണ് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ടാണ് റേപ്പ് ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ കോടതിയിൽ പോലും പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു വാദത്തോട് ചേർന്ന് നിൽക്കുന്നതായി പോവില്ലേ അത്? എന്ത് ഇയാൾ ഈ വിഷയം മനസ്സിലാക്കിയിട്ടെങ്കിലും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യണം. ലോകത്ത് നമ്മൾ വസ്ത്രം മാത്രമല്ല, നമ്മൾ പച്ച കുത്തുന്നത്, നമ്മൾ ആഭരണങ്ങൾ ധരിക്കുന്നത് ഒക്കെ മറ്റുള്ളവരെ, അത് സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി ആരാ പറഞ്ഞത്? താങ്കളാ പറഞ്ഞത്? അല്ല, വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് അപമാനം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അഭിമാനം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് തമ്മിലുള്ള പദവിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട മീനിങ് പിൽക്കാലത്തുണ്ടായതാണ്. അതിനോട് ബന്ധപ്പെട്ടാണ് ഇന്ന വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ വസ്ത്രം ഊരിക്കുക എന്ന് പറഞ്ഞാൽ അപമാനിക്കുക എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്ന അപ്പോഴാണ്, അല്ലാതെ അല്ല. അപ്പോൾ അതുകൊണ്ട് അലങ്കാരമായി ആഭരണമായി ആരംഭിച്ച വസ്ത്രത്തിൻ്റെ ചരിത്രത്തിനകത്ത്, മനുഷ്യ ചരിത്രത്തിനകത്ത്, വികാസഘട്ടത്തിനകത്ത് വരുന്ന ഒരു ഗുണപരമായ വ്യത്യാസമാണ് നമ്മൾ ഈ പറയുന്ന ആഭരണത്തിൽ നിന്ന് മാറി മാനത്തിലേക്ക് വന്നത്. ഇന്ന് നമ്മൾക്ക് ഇത് രണ്ടുമാണത്. അല്ല രാഹുൽ, അത് തന്നെയാണ് ഇത് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ഇണയെ ആകർഷിക്കാനാണെന്ന് ഒറ്റ വരിയിൽ കേട്ടാൽ പ്രശ്നമുണ്ടെങ്കിലും മൈത്രേയൻ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അല്ല ഇത്തരം കാര്യങ്ങളൊന്നും അക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ഡിബേറ്റബിൾ ആണ്. പക്ഷേ അപകടം വരുന്നത് എവിടെയൊക്കെയാണ്? അപകടം വരുന്നത് ഏരിയ കുടുംബം, അപകടം വരുന്ന ഏരിയ മയക്കുമരുന്ന്. കാര്യം ഇന്റലക്ച്വൽ ഡിബേറ്റ് വേറെ, പ്രാക്ടിക്കൽ ഓൺ ഗ്രൗണ്ട് റിയാലിറ്റീസ് വേറെ. വി ഷുഡ് ബി ഇന്റലക്ച്വലി ഓണസ്റ്റ്.